കിബറിന്റെ രണ്ടാമത്തെ അടയാളം ഇഹ്യാഉൽ പറയുന്നുണ്ട്, വീട്ടിലുള്ള ആവശ്യങ്ങൾ മുമ്പേക്ക് നിർവഹിച്ചു കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഭാര്യ പറഞ്ഞു, അതിഥികൾ വരുന്നല്ലേ, തീരെ വയ്യ, നിങ്ങൾ ഒന്നാ ബാത്റൂം തേച്ച് കഴുകിയിട്ടെങ്കിൽ ഒരച്ച് കഴുകിയിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കും, അമ്മരെല്ലാം വരുന്നല്ലേ, ഞാൻ ബാത്റൂം കഴുകാനോ, നീ എന്താ പറയുന്നത്? ഉപ്പരിക്ക് ഭയങ്കര സംഭവം. അടിച്ചു വാരിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വീട് അടിച്ചു വാരിയിട്ടുണ്ട്, പാല് കറന്നു കൊടുത്തിട്ടുണ്ട്, ഭാര്യക്ക് കുടിക്കാൻ പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് നമ്മളെ നേതാവ്. ഷെഹ്റാൻ ഇമാമിന്റെ ഭാര്യ നിത്യമായി അസുഖത്തിലായപ്പോൾ ആ ഭാര്യ മൂത്രൊഴിച്ചതും കാഴ്ചച്ചതൊക്കെ വൃത്തിയാക്കിയ കൈകളായിരുന്നു ഷെഹ്റാൻ ഇമാമിന്റെ, അഥവാ 300 കിതാബ് എഴുതിയ കൈ. അതിനു വേണ്ടി മാത്രമല്ല എനിക്ക് അള്ളാഹു തന്നത് എന്ന ബോധം ഷെഹ്റാൻ ഇമാമിനുണ്ട് കേട്ടോ. പാതിരാത്രി എന്റെ അബ്ദുറഹ്മാൻ എന്ന മോനെ കരയുമ്പോൾ എന്റെ ഭാര്യന്റെ ഉറക്ക് ശല്യാവോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ മോനെ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുപോയി സുബി വരെ അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്തിന്? എന്റെ ഭാര്യന്റെ ഒരു സെക്കൻഡ് ഉറക്ക് പോണ്ട കണ്ടോ. കിബറില്ലാത്ത മനുഷ്യന്മാര് ജീവിച്ചു പോയ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഷെഹ്റാൻ ഇമാം ഇതൊക്കെ പറയുന്നത് തന്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിലാണ്. എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത്. മൂന്നാമത്തെ ഒരു അടയാളാണ്, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കിബറുന്ന അതിനർത്ഥം. മാർക്കറ്റിൽ ഞാൻ പോരാ, എല്ലാം കൂടെ എനിക്കൊരു പ്രസ്റ്റേജിൽ ഞാൻ 4 ദിവസം അബുദാബിയിൽ ലീവ് എടുത്തിട്ട് വന്നത് ഇതിനാ. ഹോം ഡെലിവറി ഇല്ലേ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവരുടെ മകൻ അബ്ദുല്ലാഹി തങ്ങളെ കുറിച്ചും ആ കാലത്തെ ആൾക്കാർ പറയുന്നുണ്ട്, ടൗണിലൂടെ കക്കിയും പത്തക്കൽ എടുത്തിട്ട് നടക്കുന്നതാണോ വീട്ടിലേക്ക്. നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരാണ്. അതെന്നെ നന്നാവൽ എന്ന് പറഞ്ഞത്. നന്നാവൽ എന്ന് പറഞ്ഞാൽ നമ്മളെ അബ്ദുള്ളയാവുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാവുക.